വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എടുക്കുന്നത് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ക്ലാസ്സുകളാണ്. അതിൽ മൈക്രോബയോളജിയിൽ മൊഡ്യൂൾ 5 വൈറോളജി ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു വൈറോളജി സ്ട്രക്ചർ, ദെൻ ക്ലാസിഫിക്കേഷൻ ഏതാണ് നമുക്ക് പഠിക്കാനുള്ളതെന്നും കൂടിയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് വൈറസ്. എഡ്വാർഡ് ജെന്നർ ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം വൈറസ് ഇൻ മൈക്രോബയോളജി. അപ്പോൾ മൈക്രോബയോളജിയിൽ വൈറസ് എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എഡ്വാർഡ് ജെന്നറാണ്. വൈറസ് ഇൻ ഗ്രീക്ക് മീൻസ്, വൈറസിൻ്റെ ഗ്രീക്കിൽ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് പോയിസൺ എന്നാണ്. അപ്പോൾ എഡ്വാർഡ് ജെന്നർ നോട്ടീസ്ഡ് ദാറ്റ് മിൽക്ക് മെയ്ഡ്സ് ഹു ഇൻഫെക്റ്റഡ് വിത്ത് കൗ പോക്സ് ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി എഗെയിൻസ്റ്റ് സ്മോൾ പോക്സ്. കൗ പോക്സ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡുകളിൽ അവരിൽ എന്താ പറയുക, ഈ ഒരു സ്മോൾ പോക്സിനെതിരെ ഒരു ഇമ്മ്യൂണിറ്റി ഡെവലപ്ഡ് ആയി വരുന്നത് എന്നാണ് എഡ്വേർഡ് ജെന്നർ നോട്ടീസ് ചെയ്തു. ഹി ഇനോക്കുലേറ്റഡ് എ ബോയ് വിത്ത് ദ വെസിക്കൽ ഫ്ലൂയിഡ് ടേക്കൺ ഫ്രം ദ ഹാൻഡ് ഓഫ് ദ ഇൻഫെക്റ്റഡ് മെയ്ഡ്. അപ്പോൾ ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു മെയ്ഡിൻ്റെ, ഈ ഒരു വേലക്കാരിയുടെ കയ്യിൽ നിന്നും എടുത്തിട്ടുള്ള ഈ ഒരു വെസിക്കൽ ഫ്ലൂയിഡ് ഒരു കുട്ടിയിലേക്ക് അദ്ദേഹം ഇനോക്കുലേറ്റ് ചെയ്തു. ദ ബോയ് ഡെവലപ്ഡ് സസ്റ്റെയിൻഡ് ഇമ്മ്യൂണിറ്റി എഗെയിൻസ്റ്റ് സ്മോൾ പോക്സ്. അപ്പോൾ ഈ സ്മോൾ പോക്സിന് എതിരായിട്ട് ഈ ഒരു കുട്ടി ഇമ്മ്യൂണിറ്റി സസ്റ്റെയിൻ ചെയ്തതായിട്ട്, അല്ലെങ്കിൽ സസ്റ്റെയിൻഡ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തതായിട്ട് അദ്ദേഹം കാണുകയുണ്ടായി. എഡ്വേർഡ് ജെന്നർ അസ്യൂംഡ് ദാറ്റ് ദ വെസിക്കൽ ഫ്ലൂയിഡ് ദാറ്റ് ഹാസ് ബീൻ ടേക്കൺ ഫ്രം ദ ഹാൻഡ് ഓഫ് ദ മിൽക്ക് മെയ്ഡ് കണ്ടെയ്ൻഡ് എ പോയിസൺ ദാറ്റ് വാസ് റെസ്പോൺസിബിൾ ഫോർ ഇമ്മ്യൂണിറ്റി. അപ്പോൾ അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോൾ അദ്ദേഹം അസ്യൂം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ കയ്യിൽ നിന്നും എടുത്തിട്ടുള്ള ഈ ഒരു വെസിക്കൽ ഫ്ലൂയിഡിൽ ഒരു പോയിസൺ അടങ്ങിയിട്ടുണ്ടെന്നും, അതാണ് വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോയിസൺ അടങ്ങിയിട്ടുണ്ടെന്നും അതാണ് ഈ ഒരു ഇമ്മ്യൂണിറ്റിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്ന് അദ്ദേഹം അസ്യൂം ചെയ്യുകയാണ് ചെയ്തത്. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വൈറസ്. വൈറസസ് ആർ സ്മോളർ ദാൻ ബാക്ടീരിയ. ദ റേഞ്ച് ഇൻ സൈസ് ബിറ്റ്വീൻ നാനോമീറ്റർ. അപ്പോൾ ബാക്ടീരിയാസിനേക്കാളും വളരെ സ്മോളർ ആയിട്ടുള്ളതാണ് വൈറസ് എന്ന് പറയുന്നത്. അവയുടെ സൈസിൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ബിറ്റ്വീൻ നാനോമീറ്റേഴ്സ് ആയിരിക്കും. പിന്നെ അതുകൂടാതെ വൈറസ് എന്ന് പറയുന്നത് ദാറ്റ് കണ്ടെയ്ൻ ഓൺലി വൺ ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ്. അത് ഒരു തരത്തിലുള്ള ന്യൂക്ലിക് ആസിഡിന് മാത്രമാണ് അത് കണ്ടെയ്ൻ ചെയ്യുന്നത്. എയ്തർ DNA ഓർ RNA. ഒന്നുകിൽ അത് DNA ആയിരിക്കാം, അല്ലെങ്കിൽ അത് RNA ആയിരിക്കാം, ബട്ട് നെവർ ബോത്ത്. പക്ഷെ രണ്ടും കൂടിയിട്ട് ഉണ്ടായിരിക്കില്ല. വൈറസസ് കൺസിസ്റ്റ് ഓഫ് ന്യൂക്ലിക് ആസിഡ് സറൗണ്ടഡ് ബൈ എ പ്രോട്ടീൻ കോട്ട്. അപ്പോൾ വൈറസിന് എന്തുണ്ടായിരിക്കും? ഈ ഒരു ന്യൂക്ലിക് ആസിഡ് സറൗണ്ടഡ് ബൈ എ പ്രോട്ടീൻ കോട്ട് ഉണ്ടായിരിക്കും. സം വൈറസ് എന്ന് പറയുന്നത് അതിന് അഡീഷണൽ ആയിട്ടൊരു ലിപ്പോ പ്രോട്ടീൻ എൻവലപ്പ് ഉണ്ടായിരിക്കാം. വൈറസസ് ലാക്ക് സെല്ലുലാർ ഓർഗനലൈസ് ലാക്കായിരിക്കും, ഉണ്ടായിരിക്കില്ല വൈറസുകൾക്ക്. സച്ചാസ് മൈറ്റോകോൺട്രിയ, റൈബോസോംസ്, അങ്ങനെയുള്ള സെല്ലുലാർ ഓർഗനലൈസ് വൈറസുകളിൽ ഉണ്ടായിരിക്കില്ല. വൈറസസ് ആർ ഒബ്ലിഗേറ്റ് സെല്ലുലാർ പാരസൈറ്റ്സ്. ദേ റെപ്ലിക്കേറ്റ് ഓൺലി ഇൻസൈഡ് ലിവിങ് ഓർഗാനിസംസ്. ഇപ്പോൾ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ ആണ് ഇത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ വൈറസ് എന്ന് പറയുന്നത് ഒബ്ലിഗേറ്റ് സെല്ലുലാർ പാരസൈറ്റുകളാണ്. Viruses replicate through replication of their nucleic acid and synthesis of the viral protein. അപ്പോൾ വൈറസുകൾ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവയുടെ ന്യൂക്ലിക് ആസിഡുകളുടെ റെപ്ലിക്കേഷൻ വഴിയാണ് അത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ ഈ വൈറൽ പ്രോട്ടീനുകളുടെ സിന്തസിസിലൂടെയും ഇവ റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. വൈറസസ് ഡു നോട്ട് മൾട്ടിപ്ലൈ ഇൻ കെമിക്കലി ഡിഫൈൻഡ് മീഡിയ. ഇപ്പോൾ ഒരു കെമിക്കലി ഡിഫൈൻഡ് മീഡിയയിലാണെങ്കിൽ വൈറസുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. വൈറസ് ഡു നോട്ട് അണ്ടർഗോ ബൈനറി ഫിഷന് വിധേയമാവുന്നില്ല വൈറസുകൾ. വൈറസുകളുടെ ഒരു സിമ്പിൾ സ്ട്രക്ചർ നമ്മൾ തന്നിട്ടുണ്ട്. അതിനൊരു എൻവലപ്പ് ഉണ്ട്, അതിന് കവർ ചെയ്തിട്ട് തന്നെ ഒരു എൻവലപ്പ് പ്രോട്ടീനുകളും ഉണ്ടായിരിക്കും. ദെൻ വൈറൽ ജീനോം ഉണ്ട്, ന്യൂക്ലിയോ ക്യാപ്സിഡുകളുണ്ട്, വൈറൽ ടെഗുമെൻറ്റ്. ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ടെർമിനോളജിയാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ വൈറോൺ ആണ്. അപ്പോൾ വൈറോൺ എന്ന് പറയുമ്പോൾ ദ കംപ്ലീറ്റ് വൈറസ് പാർട്ടിക്കിൾ, അതാണ് വൈറോൺ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് ക്യാപ്സിഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടീൻ കോട്ടാണ് ദാറ്റ് ഇസ് സറൗണ്ട് ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ ന്യൂക്ലിക് ആസിഡിനെ സറൗണ്ട് ചെയ്ത് കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ കോട്ടാണ് ക്യാപ്സിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ന്യൂക്ലിയോ ക്യാപ്സിഡ് ആണ്. അപ്പോൾ ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്ന് പറയുമ്പോൾ ദ ന്യൂക്ലിക് ആസിഡ്
പ്ലസ് ദ ക്യാപ്സിഡ്. അപ്പോൾ ന്യൂക്ലിക് ആസിഡും അതുപോലെ തന്നെ ക്യാപ്സിഡും ചേർന്നതാണ് ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്യാപ്സോമേഴ്സ് ആണ്. അപ്പോൾ ക്യാപ്സോമേഴ്സ് എന്ന് പറയുമ്പോൾ ദ സ്ട്രക്ചറൽ പ്രോട്ടീൻ യൂണിറ്റ് ആണ് ദാറ്റ് മെയ്ഡ് അപ്പ് ദ ക്യാപ്സിഡ്. ക്യാപ്സിഡുകൾ മെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറൽ പ്രോട്ടീൻ യൂണിറ്റ് ആണ് ക്യാപ്സോമേഴ്സ് എന്ന് പറയുന്നത്. ടെർമിനോളജിയിൽ നെക്സ്റ്റ് വരുന്നത് ഡിഫക്റ്റീവ് വൈറസ് ആണ്. ഡിഫക്റ്റീവ് വൈറസ് എന്ന് പറയുമ്പോൾ ദ വൈറസ് കനോട്ട് റെപ്ലിക്കേറ്റ് ബൈ ഇറ്റ്സ് ഓൺ, ഇറ്റ് റിക്വേഴ്സ് ഹെൽപ്പർ വൈറസ്. അതായത് ഒരു വൈറസിന് അതിന് തന്നെത്താൻ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വൈറസുകൾ, അതാണ് ഡിഫക്റ്റീവ് വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ അവയ്ക്കൊരു ഹെൽപ്പർ വൈറസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ദെൻ നാനോമീറ്റർ എന്ന് പറയുമ്പോൾ മില്ലി മൈക്രോൺ. നെക്സ്റ്റ് നമുക്കൊരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്. സ്ട്രക്ചർ നോക്കിയാൽ വൈറസിൻ്റെ ഒരു സിമ്പിൾ സ്ട്രക്ചറാണ് തന്നിരിക്കുന്നത്. അതിൽ നമ്മൾ പറഞ്ഞ ക്യാപ്സോമേഴ്സ് ഉണ്ടായിരിക്കും. ക്യാപ്സോമേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാപ്സിഡ് മെയ്ഡ് ചെയ്യാനായിട്ടുള്ള പ്രോട്ടീൻസ്, സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ആണ്. ദെൻ ക്യാപ്സിഡ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്ന് പറയുമ്പോൾ ക്യാപ്സിഡും അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡും ചേർന്നതാണ് ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിക് ആസിഡും ന്യൂക്ലിയോ പ്രോട്ടീനും ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്ന് പറയുന്നത്. ദെൻ ഗ്ലൈക്കോ പ്രോട്ടീൻ, മെംബ്രെയിൻ പ്രോട്ടീൻ, ദെൻ ഒരു എൻവലപ്പ്. ഇതെല്ലാമാണ് ഈ ഒരു ഇമേജിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ജനറൽ സ്ട്രക്ചർ ഓഫ് വൈറസ് ആണ്. വൈറസസ് കമ്പോസ്ഡ് ഓഫ് ന്യൂക്ലിക് ആസിഡ് എയ്തർ DNA or RNA surrounded by a protein coat called ക്യാപ്സിഡ്. നമ്മൾ നേരത്തെ ടെർമിനോളജിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ടെർമിനോളജിയിൽ പറഞ്ഞ സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. വൈറസ് എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡ്, അതായത് DNA അല്ലെങ്കിൽ RNA കൊണ്ടായിരിക്കും അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്, അതിനെയാണ് നമ്മൾ ക്യാപ്സിഡ് എന്ന് വിളിക്കുന്നത്. ദ ക്യാപ്സിഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് സ്മോൾ സ്ട്രക്ചറൽ യൂണിറ്റ്സ് കോൾഡ് ക്യാപ്സോമേഴ്സ്. അപ്പോൾ ഈ ഒരു ക്യാപ്സിഡ് കമ്പോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്മോൾ സ്ട്രക്ചറൽ യൂണിറ്റുകളെയാണ് നമ്മൾ ക്യാപ്സോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ദ ക്യാപ്സിഡ് പ്രൊട്ടക്ട് ദ ന്യൂക്ലിക് ആസിഡ് ഫ്രം ഇൻആക്ടിവേഷൻ ബൈ ദ ഔട്ടർ ഫിസിക്കൽ കണ്ടീഷൻസ്. അപ്പോൾ ഒരു ഔട്ടർ ഫിസിക്കൽ കണ്ടീഷൻസ് മൂലം ഇനാക്ടിവേഷൻ ആവുന്നതിൽ നിന്നും ഈ ഒരു ന്യൂക്ലിക് ആസിഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ക്യാപ്സിഡുകളാണ്. സം വൈറസസ് ഹാവ് അഡീഷണൽ ലിപ്പോപ്രോട്ടീൻ എൻവലപ്പ് ഉണ്ടായിരിക്കാം, കമ്പോസ്ഡ് ഓഫ് വൈറലി കോഡഡ് പ്രോട്ടീൻ ആൻഡ് ഹോസ്റ്റ് ലിപ്പിഡ്. അപ്പോൾ അതുകൊണ്ട് കമ്പോസ് ചെയ്തിരിക്കുന്ന, എന്തുകൊണ്ടാണ് വൈറലി കോഡഡ് പ്രോട്ടീൻ ആൻഡ് ഹോസ്റ്റ് ലിപ്പിഡ് കൊണ്ട് കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു ലിപ്പോപ്രോട്ടീൻ എൻവലപ്പ് ചില വൈറസുകൾക്ക് ഉണ്ടായിരിക്കാം. ദ വൈറൽ എൻവലപ്പ് ഈസ് കവേർഡ് വിത്ത് ഗ്ലൈക്കോ പ്രോട്ടീൻ സ്പൈക്സ്. അപ്പോൾ ഈ വൈറൽ എൻവലപ്പിനെ കവർ ചെയ്തിട്ട് എന്തുണ്ടായിരിക്കും ഈ ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ സ്പൈക്കുകൾ കൊണ്ടായിരിക്കും അത് കവർ ചെയ്തിരിക്കുന്നത്. സം വൈറസസ് ഹാവ് എൻസൈം ഇൻസൈഡ് ദ വൈറോൺ. അപ്പോൾ ഈ വൈറോണിൻ്റെ ഉള്ളിൽ ചില വൈറസുകൾക്കാണെങ്കിൽ എൻസൈമുകൾ ഉണ്ടായിരിക്കാം. ഓൾ SS, അതായത് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസസ് വിത്ത് നെഗറ്റീവ് പൊളാരിറ്റി ഹാവ് ദ എൻസൈം ട്രാൻസ്ക്രിപ്റ്റേസ്. അതായത് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുമ്പോൾ RNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ്, അതാണ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇൻസൈഡ് ദ വൈറോൺ. അപ്പോൾ വൈറോണിൻ്റെ ഉള്ളിൽ എല്ലാ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസുകൾക്കും ഈ ഒരു വൈറനയുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, ഒരു എൻസൈം ഉണ്ടായിരിക്കും. ആ എൻസൈം ആണ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്നത്. റിട്രോ വൈറസുകളാണെങ്കിൽ റിട്രോ വൈറസസ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് B വൈറസ് കണ്ടെയ്ൻ ദ എൻസൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. അപ്പോൾ റിട്രോ വൈറസുകളാണെങ്കിലും അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് B വൈറസ് ആണെങ്കിലും അവയിൽ എന്തുണ്ടായിരിക്കും ഈ ഒരു റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈം അടങ്ങിയിട്ടുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ് വൈറോളജി. അപ്പോൾ വൈറോളജിയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വൈറോളജി എന്ന് പറഞ്ഞാൽ ഈസ് ദ സ്റ്റഡി ഓഫ് വൈറസ് ആണ്. ഈ വൈറസുകളെ കുറിച്ചിട്ടുള്ള സ്റ്റഡീനെയാണ് നമ്മൾ വൈറോളജി എന്ന് പറയുന്നത്. വൈറസസ് ആർ ഹെട്രോജീനസ് ഇൻട്രാസെല്ലുലാർ ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് വാരി വിത്ത് റെസ്പെക്ട് ടു സൈസ്, മോർഫോളജി and chemical composition that contain either deoxyribonucleic acid or ribonucleic acid. അപ്പോൾ വൈറസ് എന്ന് പറയുന്നത് ഒരു ഹെട്രോജീനസ് ആയിട്ടുള്ള ഇൻട്രാസെല്ലുലാർ ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ്. അത് അതിൻ്റെ സൈസ്, മോർഫോളജി, അതുപോലെ തന്നെ കെമിക്കൽ കോമ്പോസിഷൻ, ഇതിനൊക്കെ അനുസരിച്ചിട്ട് അതിൽ വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കാം. അപ്പോൾ DNA നമുക്കറിയാം, DNA ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് ആണ്. RNA എന്ന് പറയുമ്പോൾ റൈബോന്യൂക്ലിക് ആസിഡ്. Viruses are unique life forms different from all other living organisms, either eukaryotes or prokaryotes, for 3 fundamental reasons. 3 fundamental reasons
അനുസരിച്ചിട്ട് ഈ വൈറസ് എന്ന് പറയുന്നത് ഒരു യൂണിക് ആയിട്ടുള്ള ലൈഫ് ഫോംസ് ആണ്. അതുപോലെ തന്നെ മറ്റുള്ള ലിവിങ് ഓർഗാനിസത്തിൽ നിന്നും, അതായത് യൂക്കാരിയോട്സ് ആണെങ്കിലും പ്രോക്കാരിയോട്സ് ആണെങ്കിലും അവയിൽ നിന്ന് ഈ 3 ഫണ്ടമെൻ്റൽ റീസൺസ് വെച്ചിട്ടാണ് ഇത് യൂണിക് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന റീസൺ എന്ന് പറയുന്നത് ദ നാച്ചർ ഓഫ് എൻവറോൺമെൻറ്റ് ഇൻ വിച്ച് ദേ ഗ്രോ ആൻഡ് മൾട്ടിപ്ലൈ. അവയുടെ ആ ഒരു നാച്ചർ ഓഫ് എൻവറോൺമെൻറ്റ്, അവ എവിടെയാണ് വളരുന്നതും മൾട്ടിപ്ലൈ ചെയ്യുന്നതും ആ ഒരു എൻവറോൺമെൻറ്റിൻ്റെ നാച്ചറാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്. They can function and multiply only inside another living organisms, which may be either a prokaryotic or eukaryotic cell or any other living cells depending on the virus. അതായത് ഈ വൈറസിൻ്റെ നാച്ചുറൽ ഓഫ് എൻവറോൺമെൻറ്റ് എന്ന് പറയുന്നത് ഇവയ്ക്ക് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ മാത്രമേ ഫങ്ഷൻ ചെയ്യാനും അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റുകയുള്ളൂ. അത് ആ ഒരു ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രോകാരിയോട്ടിക് ആയിരിക്കാം, യൂകാരിയോട്ടിക് സെല്ലായിരിക്കാം, അതും അല്ലെങ്കിൽ ആ ഒരു വൈറസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മറ്റുള്ള ഏതെങ്കിലും ഒരു ലിവിങ് സെല്ലും ആയിരിക്കാം. വൈറസ് എന്ന് പറയുന്നത് ഒരു സെല്ലുലർ ആൻഡ് മെറ്റബോളിക്കലി ഇനേർട്ട് ഔട്ട്സൈഡ് ദ ഹോസ്റ്റ് സെൽ. അപ്പോൾ ഹോസ്റ്റ് സെല്ലിൻ്റെ പുറത്താണെങ്കിൽ എന്താണ്, ഇത് ഒരു സെല്ലുലർ ആൻഡ് മെറ്റബോളിക്കലി ഇനേർട്ട് ആയിരിക്കും ആൻഡ് ആർ ഒബ്ലിഗേറ്ററി പാരസൈറ്റ് ആണ്. സെക്കൻഡ് വൺ ആണ് ദ നാച്ചർ ഓഫ് ദെയർ ജീനോം, അതിൻ്റെ ജീനോമിൻ്റെ ആ ഒരു നാച്ചർ. വെറാസ് ഓൾ അതർ ലിവിങ് ഫോംസ് can use only DNA and not RNA as their genetic material for information transmission from parent to progeny. Viruses can use either DNA or RNA as their genome. That is, some viruses can use only RNA and not DNA as their genetic material. അതായത് ചില ഓർഗാനിസംസ്, മറ്റുള്ള ലിവിങ് ഫോമുകൾ ആണെങ്കിൽ അവ ഈ ഒരു DNA മാത്രമാണ് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. എന്താണ്, പാരൻറ്റിൽ നിന്നും പ്രോജനിയിലോട്ട് ഇൻഫോർമേഷൻ്റെ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ജനറ്റിക് മെറ്റീരിയലായിട്ട് DNA മാത്രമാണ് മറ്റുള്ള ലിവിങ് ഓർഗാനിസംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. എന്നാൽ വൈറസിനാണെങ്കിൽ ഒന്നുകിൽ അത് DNA അല്ലെങ്കിൽ RNA അതിൻ്റെ ജീനോമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ആൻഡ് സം വൈറസ് എന്ന് പറയുന്നതിന് ചിലപ്പോൾ RNA മാത്രമേ അതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ആസ് ദെയർ ജനറ്റിക് മെറ്റീരിയൽ. Therefore, these classes of RNA viruses have developed new sets of enzymes for replicating and transcribing RNA from an RNA ടെംപ്ലേറ്റ്. അപ്പോൾ എന്താണ്, അതുകൊണ്ട് തന്നെ ചിലത് RNA മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് ഓഫ് RNA വൈറസുകൾ എന്ന് പറയുന്നത് ഒരു അവയുടെ റെപ്ലിക്കേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഈ ഒരു ടെംപ്ലേറ്റിൽ നിന്നും RNA ട്രാൻസ്ക്രൈബ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഒരു ന്യൂ സെറ്റ് ഓഫ് എൻസൈംസിനെ അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് വരുന്ന ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂന്നാമതായിട്ട് വരുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് the mode of their multiplication ആണ്. Viruses do not multiply as a unit. വൈറസ് മറ്റുള്ള ഓർഗാനിസത്തിനെ പോലെ വൈറസ് ഒരു യൂണിറ്റ് ആയിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. ഇൻഫാക്ട് they have developed a much more efficient way to multiply, just as a complex machine are made in a modern factory. Different viral components are made separately from independent templates, and then these components are assembled into the whole and infectious unit, also called virus particle or virons. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വൈറൽ കമ്പോണൻസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റിൽ നിന്നും സെപ്പറേറ്റ്ലി അത് മെയ്ഡ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഈ കമ്പോണൻസ് എല്ലാം അസംബിൾ ചെയ്തിട്ട് ഒരു വോൾ ആൻഡ് ഇൻഫെക്റ്റീഷ്യസ് യൂണിറ്റ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വൈറസ് പാർട്ടിക്കിൾ ഫോം ചെയ്യുന്നു. അതിന് നമ്മൾ വൈറോൺ എന്ന് പറയുന്നു. നെക്സ്റ്റ് വരുന്നത് കെമിക്കൽ കോമ്പോസിഷൻ ആണ്. ദ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് വൈറസ് ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ദാറ്റ് വൈറസ്, ദാറ്റ് ഈസ് ദ നാച്ചർ ഓഫ് ദ വൈറൽ ജീനോം, RNA ഓർ DNA. ദ ന്യൂക്ലിക് ആസിഡ് ഈസ് ദ ജീനോം ദാറ്റ് കണ്ടെയ്ൻ ദ ഇൻഫോർമേഷൻ നെസസറി ഫോർ ദ വൈറൽ ഫങ്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് എ വൈറസ് എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വൈറസിൻ്റെ നാച്ചറിനെയാണ്. അതായത് അതിലുള്ള വൈറൽ ജീനോം, RNA അല്ലെങ്കിൽ DNA ആ ഒരു നാച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു കെമിക്കൽ കോമ്പോസിഷൻ ഇരിക്കുന്നത്. പിന്നെ ന്യൂക്ലിക് ആസിഡ് ആണ് ഇവിടെ ജീനോമായിട്ട് വരുന്നത്. അതിൽ എന്തുണ്ടായിരിക്കും, ദാറ്റ് കണ്ടെയ്ൻസ് ദ ഇൻഫോർമേഷൻ, അതിൽ ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കും.
ദാറ്റ് ഈസ് നെസസറി ഫോർ ദ വൈറൽ ഫംഗ്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. വൈറസിൻ്റെ ഫംഗ്ഷനും അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ജീനോമായിരിക്കും അതിൻ്റെ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. The composition of the protein shell called the viral nucleocapsid surrounding the genome. All viruses have nucleocapsids and therefore contain nucleic acid and protein. അപ്പോൾ എല്ലാ വൈറസുകൾക്കും എന്തുണ്ടായിരിക്കും? ന്യൂക്ലിയോകാപ്സിഡുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ എന്തുണ്ടായിരിക്കും? ന്യൂക്ലിക് ആസിഡും അതുപോലെ തന്നെ പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ടായിരിക്കും. The presence or absence of viral membrane depending on whether the virus is enveloped or naked. ഈ വൈറസ് എൻവലപ്ഡ് ആണോ അല്ലെങ്കിൽ നെയ്ക്കഡ് ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു വൈറൽ മെംബ്രെയിൻ്റെ പ്രസൻസോ അല്ലെങ്കിൽ ആബ്സെൻസോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ദ എൻവലപ്ഡ് ഈസ് ഡിറൈവ്ഡ് ഇൻ പാർട്ട് ഫ്രം ദ മെംബ്രെയിൻ ഓഫ് ദ ഹോസ്റ്റ് സെല്ല്. ഈ ഹോസ്റ്റ് സെല്ലിൻ്റെ മെംബ്രെയിനിൽ നിന്നാണ് ഈ ഒരു എൻവലപ്പ് അത് ഡിറൈവ് ചെയ്യുന്നത്. ദോസ് വൈറസസ് വിതൗട്ട് എൻവലപ്പ് ഇല്ലാത്ത വൈറസുകളെ നമ്മൾ നേക്കഡ് വൈറസ് എന്നാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സൈസ് ഓഫ് വൈറസ്. സൈസ് ഓഫ് വൈറസിൽ പറയുന്നത് നമ്മളൊരു ബാക്ടീരിയ ആയിട്ടുള്ള എസ്ട്രീഷ്യ കോളൈ, ഈക്കോളൈ ബാക്ടീരിയനെ നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈക്കോളൈ ബാക്ടീരിയയുടെ സൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 1000 നാനോമീറ്റർ ആണ് വരുന്നത്. എന്നാൽ ഈ ഒരു വൈറോണിൻ്റെ സൈസ് റേഞ്ച് എന്ന് പറയുന്നത് 20 നാനോമീറ്റർ ടു 300 നാനോമീറ്റർ ആയിരിക്കും. ഇപ്പോൾ 20 നാനോമീറ്റർ ആണെങ്കിൽ നമ്മൾ പർവോ വൈറസുകളാണ്, അതുപോലെ 300 നാനോമീറ്റർ ആണെങ്കിൽ നമ്മൾ പോക്സ് വൈറസുകളായിരിക്കും. അപ്പോൾ ഇത് അത്രയും സ്മോൾ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നോക്കുമ്പോൾ വളരെ സ്മോളായിട്ട് മാത്രമേയാണ് ഇതിനെ കാണാനായിട്ട് പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ വൈറസുകളെ സ്റ്റഡി ചെയ്യുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്സുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും. അതിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ് ടു x5 lakh വരെ ആയിരിക്കും. ബട്ട് ഈ ഒരു മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ട്രെയിനിങ് ഫെസിലിറ്റീസിൽ മാത്രമാണ് ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നുള്ളൂ, ഇത്തരത്തിലുള്ള മൈക്രോസ്കോപ്പുകൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഡിപ്പെൻഡൻസ് ഓഫ് വൈറസസ് ഓൺ ഹോസ്റ്റ് സെല്ല്, അതാണ് നമ്മൾ അടുത്തത് പറയുന്നത്. ബിക്കോസ് വൈറസ് എന്ന് പറയുന്നത് ദാറ്റ് പോസസ് നെയ്തർ സെല്ലുലാർ സ്ട്രക്ചർ നോർ ഓർഗനലൈസ് ആൻഡ് ആർ അണേബിൾ ടു മേക്ക് ദെയർ ഓൺ പ്രോട്ടീൻസ് ആൻഡ് എസെൻഷ്യൽ എൻസൈംസ്. അപ്പോൾ എന്താണ്, മറ്റുള്ള ഹോസ്റ്റ് സെല്ലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ വൈറസുകൾ ഇരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അത് സെല്ലുലാർ സ്ട്രക്ചർ ആണ് അത് പൊസസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് അവയുടേതായ പ്രോട്ടീനുകൾ, എസെൻഷ്യൽ എൻസൈംസ് ഒന്നും മേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, അണേബിൾ ആയിരിക്കും. ദേ ആർ ദെർഫോർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ദെയർ ഹോസ്റ്റ് സെൽ. അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ്ലി അതിൻ്റെ ഹോസ്റ്റ് സെല്ലിനെയാണ് അതിന് എനർജിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഔട്ട്സൈഡ് ഓഫ് ലിവിങ് സെൽസ് ആണെങ്കിൽ വൈറസ് എന്ന് പറയുന്നത് മെറ്റബോളിക്കലി ഇനേർട്ട് അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിരിക്കും. The information required for a virus to replicate is contained in its nucleic acid. This information is used by the host cell to produce new viruses. എന്താ പറയുന്നത്, ഈ ഒരു വൈറസിൻ്റെ റെപ്ലിക്കേഷന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം അടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ന്യൂക്ലിക് ആസിഡിലാണ്. ഈ ഇൻഫോർമേഷൻസിനെ ഇതിൻ്റെ ഹോസ്റ്റ് സെല്ല് യൂസ് ചെയ്തിട്ട് ആണ് പുതിയ ന്യൂ വൈറസുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ഓഫ് വൈറസസ്. വൈറൽ ഷേപ്പ് ഓൾസോ വാരീസ്, അത് വാരി ചെയ്തുകൊണ്ടിരിക്കും. ചില വൈറസുകൾ എന്ന് പറയുന്നത് റൗണ്ട് ആയിരിക്കാം, അതായത് സ്ഫെരിക്കൽ ആയിരിക്കാം, ചിലത് ഫിലമെൻറ്റസ് ആയിരിക്കാം, ആൻഡ് സ്റ്റിൽ അതേഴ്സ് ആർ പ്ലിയോമോർഫിക്കും ആയിരിക്കാം. യൂഷ്വലി നേക്കഡ് ആയിട്ടുള്ള, അതായത് നോൺ എൻവലപ്ഡ് ആയിട്ടുള്ള വൈറസുകളാണെങ്കിൽ അതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഷേപ്പും അതുപോലെ തന്നെ സൈസുമാണ് ഉണ്ടായിരിക്കുക. വേറെ സം എൻവലപ്ഡ് വൈറസുകളാണെങ്കിൽ, ഇപ്പോൾ പർട്ടിക്കുലർലി എൻവലപ്ഡ് വൈറസ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഹെലിക്കൽ ന്യൂക്ലിയോ ക്യാപ്സിഡുകളാണത് പോസസ് ചെയ്യുന്നത്. അവ ഹൈലി പ്ലിയോമോർഫിക് ആയിരിക്കും. അപ്പോൾ എന്താണ്, എൻവലപ്ഡ് ആയിട്ടുള്ള വൈറസുകളാണെങ്കിൽ അവ ഹൈലി പ്ലിയോമോർഫിക് ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓർത്തോമൈക്സോ വൈറസസ് വിത്ത് ഷേപ്സ് വാരിയിങ് ഫ്രം സ്പെരിക്കൽ ടു ഫിലമെൻറ്റസ്. ക്യാപ്സിഡുകളെ കുറിച്ച് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്യാപ്സിഡ് എന്ന് പറയുന്നത് ആൻറ്റിജനിക് ആയിരിക്കും ആൻഡ് ഓൾസോ കണ്ടെയ്ൻ ദ റിസപ്റ്റേഴ്സ്, അതിൽ റിസപ്റ്റേഴ്സും ഉണ്ടായിരിക്കും, വിച്ച് എനാബിൾ എ വൈറസ് ടു അറ്റാച്ച് ടു ദ സർഫസ് ഓഫ് ഇറ്റ്സ് സ്പെസിഫിക് ഹോസ്റ്റ് സെല്ല്.
അപ്പോൾ എന്താണ് ഈ ഒരു ക്യാപ്സിഡ് എന്ന് പറയുന്നത് ആൻറ്റിജനിക് ആയിരിക്കും. ആൻറ്റിജനിക് ആണ്. അത് കൂടാതെ അതിൽ റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ റിസപ്റ്റേഴ്സാണ് ഒരു വൈറസിനെ സ്പെസിഫിക് ഹോസ്റ്റ് സെല്ലിൻ്റെ സർഫസിലോട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. പിന്നെ അത് കൂടാതെ നമ്മുടെ സിമെട്രി ഓർ പാറ്റേൺ ഓഫ് വൈറൽ ക്യാപ്സിഡ് ഈസ് യൂസ്ഡ് ഇൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് വൈറസ്. വൈറസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഈ വൈറൽ ക്യാപ്സിഡുകളുടെ സിമെട്രി അല്ലെങ്കിൽ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിമെട്രികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യാപ്സിഡ് സിമെട്രിയിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ ആണ് ഹെലിക്കൽ ക്യാപ്സിഡ്. ഹെലിക്കൽ ക്യാപ്സിഡ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഐക്കോസാഹീഡ്രൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ദെൻ ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ. അപ്പോൾ അങ്ങനെ 3 എണ്ണമാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ഹെലിക്കൽ ക്യാപ്സിഡ്. ഹെലിക്കൽ ക്യാപ്സിഡ് എന്ന് പറയുമ്പോൾ ഇതിലുള്ള ക്യാപ്സിഡ് എന്ന് പറയുന്നത് സ്പൈറൽ ഇൻ ഷേപ്പ് ആയിരിക്കും. ഇറ്റ് സറൗണ്ട് എ സ്പൈറൽ ഷേപ്പ്ഡ് കോർ ഓഫ് ന്യൂക്ലിക് ആസിഡ്. സ്പൈറൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള കോർ ഓഫ് ന്യൂക്ലിക് ആസിഡ് ആണ് ഇത് സറൗണ്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹെലിക്കൽ ക്യാപ്സിഡുകൾ എന്ന് പറയുന്നത് ആർ യൂഷ്വലി ഫ്ലെക്സിബിളും അതുപോലെ തന്നെ റോഡ് ലൈക്കും ആയിരിക്കും. The length of the helical capsid is usually determined by the length of the nucleic acid. അപ്പോൾ ഒരു ഹെലിക്കൽ ക്യാപ്സിഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അത് യൂഷ്വലി ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഒരു ന്യൂക്ലിക് ആസിഡിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ടാണ്. ദാറ്റ് ഈസ് വൈറസ് ഹാവിങ് ഷോർട്ടർ ന്യൂക്ലിക് ആസിഡ് ആണ് എങ്കിൽ അതിലുള്ളത് എങ്കിൽ വിൽ ഹാവ് ഷോർട്ടർ ഹെലിക്കൽ ന്യൂക്ലിയോ ക്യാപ്സിഡുകളാണ് അതിൽ ഉണ്ടായിരിക്കുക. ഹെലിക്കൽ ക്യാപ്സിഡ് എന്ന് പറയുന്നത് ക്യാൻ ബി നേക്കഡ് ആയിരിക്കാം. ദാറ്റ് ഈസ് വിത്തൗട്ട് ആൻ എൻവലപ്പ്. നമ്മൾ പറഞ്ഞിരുന്നു നേക്കഡ് എന്ന് പറയുമ്പോൾ വിത്തൗട്ട് ആൻ എൻവലപ്പ് ആയിരിക്കാം. അപ്പോൾ ഹെലിക്കൽ ക്യാപ്സിഡുകൾ എന്ന് പറയുന്നത് നേക്കഡ് ആയിരിക്കാം. However, such helical capsids when encloses with an envelope can appear spherical while others are elongated, filamentous or pleomorphic. സെവറൽ ഡിഫറെൻറ്റ് ഷേപ്പുകൾ അതിൽ ഉണ്ടായിരിക്കും. അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതായത് എന്താ പറയുന്നത് വെച്ചാൽ ഹെലിക്കൽ ക്യാപ്സിഡുകൾ ഇനിയിപ്പോൾ ഒരു എൻവലപ്പ് വെച്ചിട്ട് അത് എൻക്ലോസ്ഡ് ആണ് എങ്കിൽ അത് സ്പെരിക്കൽ ആയിട്ടത് അപ്പിയർ ചെയ്യുന്നുണ്ട്. ചിലത് ഇലോങ്ങേറ്റഡ് ആയിരിക്കാം, ഫിലമെൻറ്റസ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്ലിയോമോർഫിക്കും ആയിരിക്കാം. പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ഷേപ്പുകളുണ്ട്. അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ ഹെലിക്കൽ ക്യാപ്സിഡ് ഇൻ ദീസ് വൈറസസ് ഈസ് ഫ്ലെക്സിബിൾ. അതിൻ്റെ ഹെലിക്കൽ ക്യാപ്സിഡ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വൈറസിൽ അത് ഫ്ലെക്സിബിൾ ആയിരിക്കും. സെക്കൻഡ് വൺ നമ്മൾ പറയുന്നത് ഐക്കോസാഹീഡ്രൽ ക്യാപ്സിഡ്സിനെ കുറിച്ചിട്ടാണ്. ഈ ഐക്കോസാഹീഡ്രൽ വൈറസുകളെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ക്യൂബിക് എന്ന് പറയുന്നത്. അപ്പോൾ വൈറസ് വിത്ത് ഐക്കോസാഹീഡ്രൽ ക്യാപ്സിഡ്സ് പോസസ് എ ക്ലോസ്ഡ് ഷെൽ എൻക്ലോസിങ് ദ ന്യൂക്ലിക് ആസിഡ് ഇൻസൈഡ്. അപ്പോൾ ഈ ഒരു ഐക്കോസാഹീഡ്രൽ ക്യാപ്സിഡ്സിൽ ഉണ്ടാവുന്നത് ഒരു ക്ലോസ്ഡ് ഷെല്ലായിരിക്കും. അതിൻ്റെ ഉള്ളിലായിട്ട് ന്യൂക്ലിക് ആസിഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ന്യൂക്ലിക് ആസിഡിനെ എൻക്ലോസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലോസ്ഡ് ഷെല്ല്, അതാണ് ഈ ഒരു ഐക്കോസാഹീഡ്രൽ ക്യാപ്സിഡ്സ് പൊസസ് ചെയ്യുന്നത്. ഒരു ഐക്കോസാഹീഡ്രോൺ ആണെങ്കിൽ അതിലൊരു 20 ട്രയാങ്കുലർ ഫേസസുകളും 30 എഡ്ജസുകളുമാണ് ഉണ്ടായിരിക്കുക. ഹെലിക്കൽ ന്യൂക്ലിയോ ക്യാപ്സിഡുകളാണെങ്കിൽ അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡിനെ മാത്രമാണ് അത് പാക്കേജ് ചെയ്യുന്നത്. പക്ഷേ ഐക്കോസാഹീഡ്രൽ ക്യാപ്സിഡുകളാണെങ്കിൽ ദ ക്യാൻ ബി യൂസ്ഡ് ടു പാക്കേജ് എയ്തർ സിംഗിൾ ഓർ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആൻഡ് DNA മോളിക്യൂൾസ്. അപ്പോൾ ഐക്കോസാഹീഡ്രൽ ക്യാപ്സിഡ്സ് ആണെങ്കിൽ അതിന് സിംഗിളോ അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA അല്ലെങ്കിൽ DNA മോളിക്യൂളിന് അതിന് പാക്കേജ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ആൻഡ് ഐക്കോസാഹീഡ്രൽ വൈറസ് ക്യാൻ ബി എയ്തർ നേക്ഡ് ഓർ എൻവലപ്ഡ്. അത് നേക്കഡോ അല്ലെങ്കിൽ എൻവലപ്ഡോ ആയിരിക്കാം. ബട്ട് അൺലൈക്ക് ദ ഹെലിക്കൽ എൻവലപ്ഡ് വൈറസ്, പക്ഷേ ഈ ഒരു ഹെലിക്കൽ എൻവലപ്ഡ് വൈറസുകളെ പോലെയല്ല ദ എൻവലപ്ഡ് ഐക്കോസാഹീഡ്രൽ വൈറസുകളാണെങ്കിൽ അത് ലെസ് പ്ലിയോമോർഫിക് ആയിരിക്കും ഇൻ ദെയർ ഷേപ്പ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഐക്കോസാഹീഡ്രോൺ ക്യാപ്സിഡ് സ്ട്രക്ചേഴ്സ് ഈസ് റാദർ റിജിഡ് ആയിരിക്കും. ആൻഡ് ഇൻ അഡീഷൻ വിത്ത് ഐക്കോസാഹീഡ്രൽ ക്യാപ്സിഡ്സ് ദ ഓവറോൾ സൈസ് ഈസ് ഫിക്സഡ് ആയിരിക്കും. അതിൻ്റെ ഓവറോൾ സൈസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും ഫോർ എ പെർട്ടിക്കുലർ വൈറസ്. The virus particles formation, stability and size do not depend on the amount of nucleic acid in the capsid. അപ്പോൾ എന്താണ് ഈ ക്യാപ്സിഡിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിക് ആസിഡിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കില്ല ഈ ഒരു വൈറസിൻ്റെ വൈറസ് പാർട്ടിക്കിൾസ് ഫോർമേഷനും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി, സൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് മീനിങ്സ് ദ ക്യാപ്സിഡ് സിമെട്രി എന്ന് പറയുന്നത് ഇസ് നെയ്തർ ഐക്കോസാഹീഡ്രൽ ഓർ നോർ ഹെലിക്കൽ. കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാപ്സിഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സിമെട്രി എന്ന് പറയുന്നത് ഐക്കോസാഹീഡ്രലോ അല്ലെങ്കിൽ ഹെലിക്കലോ ആയിരിക്കില്ല. ഓൺലി
പോക്സ് വൈറസസ് എമംഗ് ദ മെഡിക്കലി ഇമ്പോർട്ടൻറ്റ് വൈറസസുകൾ മാത്രമാണ് ഈ ഒരു കോംപ്ലക്സ് സിമെട്രി കാണിക്കുന്നുള്ളൂ. ദ ഓവറോൾ ഷേപ്പ് ഓഫ് പോക്സ് വൈറസ് എന്ന് പറയുന്നത് യൂഷ്വലി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ബ്രിക്ക് ഷേപ്ഡ് ആയിട്ടാണ്. മെനി ഓഫ് ദ ഹെലിക്കൽ വൈറസസ് ആൻഡ് ഫ്യൂ ഓഫ് ദ ഐക്കോസാഹീഡ്രൽ വൈറസസ് ആർ സറൗണ്ടഡ് ബൈ ആൻ എൻവലപ്പ്. നെക്സ്റ്റ് ഇതിനൊരു ക്ലാസിഫിക്കേഷൻ നമുക്കിതിൽ പഠിക്കാനുള്ളത് വൈറസസിനെ 2 ലാർജ് ഗ്രൂപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആണ് RNA കണ്ടെയ്നിങ് വൈറസസ്, സെക്കൻഡ് വൺ DNA കണ്ടെയ്നിങ് വൈറസസ്. നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് നമ്മൾ അടുത്തൊരു ക്ലാസ്സിലൂടെ എടുക്കുന്നതാണ്.